മറ്റാരുടെ അടുത്ത് ഇങ്ങനൊരു സന്തോഷം കാണിച്ചേക്കല്ലേ മോളെ. എനിക്കിഷ്ടമുള്ളവരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അതാണ് എനിക്കൊരു ആശ്വാസം. ദയവേട്ട സന്തോഷം തോന്നിയാൽ അതെങ്ങനെയാ കാണിക്കുന്നത്? അതൊക്കെ മോൾക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വിശദമായി കാണിച്ചു തരാം. എല്ലാവരോടും എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പൊ എന്ത് തോന്നുന്നു അതുപോലെ ചെയ്യും. പൊതുവെ മലയാളികൾ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുറവാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പേരൻസ് പോലും മക്കളെ കുറിച്ച് വലുതായി ഹഗ് ചെയ്യുകയോ കിസ് ചെയ്യുകയോ ചെയ്യാറില്ലല്ലോ. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിച്ചാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. സ്നേഹം ഉള്ളിലുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരാൾ ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് വേറെ ഒരു മരുന്നിനും തരാൻ പറ്റില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ പോലും അമ്മയെ വലുതായതിനു ശേഷം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല. വല്ലപ്പോഴൊക്കെ മുത്തശ്ശിയുടെ മടിയിലൊക്കെ കിടക്കാറുണ്ട്. ഇനി മുതൽ ദേവേട്ടെ ഇടയ്ക്കൊക്കെ ആന്റി ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്ക്. അപ്പ അറിയാം അമ്മ അതൊക്കെ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവുമെന്ന്. എന്നാണ് അജു വരുന്നത്. അതുകൊണ്ട് തന്നെ നച്ചു രാവിലെ മുതൽ നല്ല സന്തോഷത്തിലാണ്. ശിവയോട് മാത്രമേ അവൻ വരുന്ന കാര്യം പറഞ്ഞുള്ളൂ. രാവിലെ ഭക്ഷണം കഴിച്ച് എല്ലാവരും പോയിട്ടും ശിവ മാത്രം പോകാതിരിക്കുന്നത് കണ്ട് നച്ചു അവന്റെ മുറിയിലേക്ക് വന്നു. ദേവേട്ട ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇപ്പൊ തന്നെ പോകുന്ന സമയം ഒക്കെ കഴിഞ്ഞല്ലോ. അജു വരുമ്പോ ആരും ഇല്ലാതിരിക്കേണ്ട എന്ന് കരുതിയ ഞാൻ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചത്. നിനക്കിനി ഞാൻ ഇവിടെ നിൽക്കണം എന്നൊന്നും ആഗ്രഹം കാണില്ലെന്ന് എനിക്കറിയാം. അജുവിനെ കണ്ട വേറെ ആരെയും നിനക്ക് കണ്ണി പിടിക്കില്ലല്ലോ. ദേവേട്ട ഇന്നലെ അപ്പുവിനോട് എന്താ പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ടോ? എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതല്ലേ. ഇങ്ങനെ പറയുമ്പോ നീ എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് പറയും എന്ന് കരുതി. സ്നേഹമൊക്കെ ഉണ്ട്. അത് പക്ഷെ അജുവിനേക്കാൾ കുറവോ കൂടുതലോ അല്ല. എല്ലാവരോടുള്ള സ്നേഹം ഓരോ രീതിയിലല്ലേ. പിന്നെ അജുവിനോട് ഒരു ഇഞ്ച് സ്നേഹം കൂടുതൽ എപ്പോഴും കാണും. അതിനി എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ പേര് ദേവേട്ടൻ പിണങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല. അജുവും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പേര് ഞാൻ നിന്നോട് പിണങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് അച്ചു. നിന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങൾ രണ്ടാളെ നിങ്ങളുടെ ബന്ധത്തെയും അറിയാം. ദേവേട്ട അങ്ങനെ ചെയ്യും എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഉദ്ദേശിച്ചത് അത് തന്നെയല്ലേ? എന്താ ദേവേട്ടന്റെ ഇപ്പോഴത്തെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനാണോ നച്ചു ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്? നീയല്ലേ. ഞാൻ പറഞ്ഞത് ദേവേട്ടനെ വിഷമിപ്പിച്ചെങ്കിൽ സോറി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദേഷ്യം മറ എന്ത് ചെയ്യണം? ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യുമോ? അങ്ങനെ എന്ത് പറഞ്ഞാലും ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. എന്നെ കെട്ടിപ്പിടിച്ച് സോറി പറ. അത് മാത്രം മതിയോ? പിന്നെ വേണേൽ ഒരു കിസൊക്കെ തരാം. നച്ചു വേഗം ശിവയെ കെട്ടിപ്പിടിച്ചു. സോറി ഇഫ് ഐ ഓഫൻഡ് യു. അവന്റെ കവളിലെ നെറ്റിയിലോ ഒന്ന് കിസ് ചെയ്ത് മാറി. ഇപ്പൊ മാറിയില്ലേ? അല്ലെങ്കിൽ എന്റെ നച്ചുക്കുട്ടിയോട് ദേവേട്ടന് ദേഷ്യമോ പിണക്കമോ ഇല്ല. ദേവേട്ട താഴേക്ക് പോവാം, അജു വരാൻ സമയമായി. രണ്ടും താഴെ വരുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി പുറത്തു തന്നെ ഉണ്ടായിരുന്നു. നീ ഇന്ന് പോയില്ലേ ശിവ? ഇല്ല മുത്തശ്ശ, അജു വരുമെന്ന് പറഞ്ഞിരുന്നു, അതാ. എന്നിട്ട് ഇന്നലെ കൂടി അപ്പോ അവൻ വരാത്തതിന്റെ പേര് എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. അതിനവൾ അറിയില്ല വരുന്നത്. എങ്കിൽ വന്നിട്ട് നല്ലോണം നിങ്ങൾ രണ്ടിനും കിട്ടും. അവരൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അജു വന്നത്. ഓടി വന്ന് നച്ചുവിനെ കെട്ടിപ്പിടിച്ചു. ഐ റിയലി മിസ് യു. ഞാനും. ഹായ് ശിവ, എന്തൊക്കെയുണ്ട്? മുത്തശ്ശ മുത്തശ്ശി സുഖാണോ? സുഖമായിട്ട് പോണു മോനെ. അകത്തേക്ക് കയറി വാ. മോള് പോയി മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറ. നിങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നന്ദിനെങ്കിലും ഇവിടെ ഉണ്ടായേനെ. അതൊന്നും സാരമില്ല. ഇവനിനി കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകും അല്ലേടാ. ശിവയ്ക്ക് വേറെ തിരക്കുകളായതുകൊണ്ട് ഓഫീസിൽ അധികം പോവാൻ പറ്റുന്നില്ല. അതാ നന്ദിനി ഇടയ്ക്കൊക്കെ പോകുന്നത്. എനിക്കറിയാലോ മുത്തശ്ശി ഇവിടത്തെ തിരക്കൊക്കെ. അജുവിനോട് കുറച്ചു സമയം സംസാരിച്ച് ശിവ ഓഫീസിലേക്ക് പോയി. അജു, അമ്മയോ അച്ഛനോ ഒക്കെ എന്താ ഇവിടെ പരിപാടി? റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകലാണ് ഇപ്പൊ 4 ആളുടെയും പണി. കുറെ ആയില്ലേ എല്ലാവരെയും കണ്ടിട്ട്. 1-2 സ്ഥലത്ത് പോയതോടെ എനിക്ക് മതിയായി. എന്തൊക്കെ ചോദ്യങ്ങളാണ് ഓരോ ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് എന്താ തിരിച്ചു വന്നത് എന്നാ മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത്. അച്ഛൻ അവിടെ കുറെ കാലം ആയതുകൊണ്ട് മടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും അവർക്കൊന്നും വിശ്വാസമായിട്ടില്ല. അതാ എന്നോട് ചോദിക്കുന്നത്. നീ വിളിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. നീ എന്നാ ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുക്ക്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ ഞാൻ വിളിക്കാം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന അപ്പു കാണുന്നത് മുത്തശ്ശന്റെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്ന അജുവിനെയാണ്. ആദ്യം സന്തോഷത്തോടെ അജുവേട്ട എന്ന് പറഞ്ഞ അടുത്തേക്ക് പോയെങ്കിലും തന്നോട് വരുന്ന കാര്യം പറഞ്ഞില്ല എന്ന ഓർമ്മ വന്നപ്പോ അതേപോലെ മുറിയിലേക്ക് കയറിപ്പോയി. നച്ചു, ഞാൻ പോയി അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ അപ്പു പിണങ്ങും എന്ന്. അതൊന്നും സാരമില്ല മുത്തശ്ശി. അച്ചു അതൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി ഇപ്പൊ കൂട്ടി വരും, നോക്കിക്കോ. അപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുമെങ്കിലും കാര്യം പറഞ്ഞ അവൾക്ക് മനസ്സിലാവും. അതല്ലേ ഞാനും അജുവും തമ്മിലുള്ള ബന്ധത്തെയൊക്കെ അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. ഇന്നലെ വിളിച്ചപ്പോ പോലും പറഞ്ഞില്ലല്ലോ എന്നോട് വരുന്ന കാര്യം. ഇനി വരട്ടെ, അപ്പു ഒന്നും വിളിച്ചോണ്ട് കാണിച്ചു തരാം ഞാൻ. എന്താ അപ്പു നീ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്?
കല്യാണത്തിന് മുമ്പ് അതൊക്കെ വേണോ? നിനക്ക് ഇഷ്ടാണെങ്കിൽ ഞാനായിട്ട് പിന്നെ വേണ്ടെന്ന് പറയില്ല. ആ, ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. എന്തേ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? എന്റെ അപ്പൂനെ കാണാൻ തോന്നിട്ട്. ഇങ്ങനെയൊന്നും കള്ളം പറയല്ലേ, കേൾക്കുമ്പോ ആൾക്കാർ വിശ്വസിച്ചു പോകും. എനിക്ക് നിന്നെയും അച്ചുവിനെയും കാണാൻ തോന്നി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുവേണ്ടി മാത്രമാണ് വന്നത് എന്നുള്ളത് കള്ളം. ഡി, നിന്നോട് പറയാത്തത് നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാണ്. ഇപ്പൊ എന്നെ കണ്ടപ്പോ നിന്റെ മുഖത്തുണ്ടായ സന്തോഷം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുമോ? ശരിക്കും നിന്നെ ഞാൻ മിസ് ചെയ്തു. പിന്നെ നച്ചുവിന്റെ കൂടെ വരാഞ്ഞത് എന്തോ മടിയായിട്ടാണ്. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിലും എപ്പോഴും വന്ന് നിൽക്കാൻ ഒരു മടിയുണ്ട്, അതാ. അജുവേട്ട ഇത് നച്ചു ചേച്ചിയോട് പറഞ്ഞോ? ഇല്ല, എന്തേ ചോദിക്കാൻ? എനിക്കറിയാം പറഞ്ഞ അതിനുള്ളത് എന്തേലും കിട്ടുമെന്ന്. നച്ചു ചേച്ചി എപ്പോഴും പറയുന്നത് നിങ്ങൾ രണ്ടാളും നന്ദമ്മാമയുടെ മക്കളാണെന്നാണ്. മാമനും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ എന്തിനാ മടി? എനിക്കറിയാഞ്ഞിട്ടല്ല അപ്പു ഇതൊന്നും. പപ്പയും അമ്മയും അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു കേട്ട കുറെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നച്ചുവിന് ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് അറിയാവുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ മലയാളികൾക്ക് പൊതുവെ താല്പര്യം കൂടുതലാണെന്ന് പപ്പ എപ്പോഴും പറയാറുണ്ട്. സോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എല്ലാവർക്കും അതൊരു വിഷമാവും. എന്റെ അജുവേട്ടാ, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മലയാളികളെ കുറ്റം പറയാതെ. എല്ലാ നാട്ടിലും കാണില്ലേ നല്ലവരും മോശപ്പെട്ടവരും ഒക്കെ. കുറച്ച് ആൾക്കാർ മോശമാണെന്ന് കരുതി ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരെ രീതികളെ നേരിട്ട് പരിചയമില്ലല്ലോ. സോ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ച് ചിന്തിക്കാനല്ലേ പറ്റൂ. സാരല്ല, ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാലോ. ഇത്രയും നാളുകൾക്ക് ശേഷം എന്നെ കണ്ടിട്ട് നീ ഒന്ന് ഹഗ് പോലും ചെയ്തില്ലല്ലോ അപ്പോ. ഓ, അതെനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അജുവേട്ട എന്ത് ചെയ്തില്ല? എന്റെ അപ്പൂ, നിന്നോട് സംസാരിച്ച ഞാൻ എവിടെയും എത്തില്ല. അവളെ തന്നോട് ചേർത്ത് ഒന്ന് ഹഗ് ചെയ്തു അജു. എന്തൊക്കെയുണ്ട് കോളേജും പഠിപ്പൊക്കെ, എങ്ങനെ പോണു നിന്റെ? പഠിക്കുന്ന പിള്ളേരെ കണ്ട് എല്ലാവർക്കും ചോദിക്കാൻ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. കേട്ട് കേട്ട് മടുത്തു. പിന്നെന്താ ഞാൻ ചോദിക്കേണ്ടത്? ഒന്നും ചോദിക്കണ്ടേ. ഇങ്ങനെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് മിണ്ടാ നിന്നാൽ മതി. അങ്ങനെ വെറുതെ നിന്നിട്ട് എന്താ കാര്യം? ഒരു കിസ്സെങ്കിലും തന്നാ എനിക്കൊരു സന്തോഷമായനെ. അജുവേട്ടൻ പോയി ബാക്കി ചായ കുടിക്കും, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കിസിന്റെ കാര്യം പറയുമ്പോ ആണോ ചായ കുടിക്കുന്ന കാര്യം ഓർത്തത്? പൊന്നു മോളെ, എന്നെ അങ്ങനെ പറഞ്ഞു വിടാതൊന്നും കരുതണ്ട. കിട്ടേണ്ടത് കിട്ടിയാലേ ഞാൻ പോകും. മിക്കവാറും ശിവേട്ടൻ വന്ന് എന്തെങ്കിലും കാനത്തിൽ അജുവേട്ടന് തരും എന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ ശിവേട്ടൻ എന്നെ ഒന്നും ചെയ്യില്ല മോളെ. ഞാനേ ആകെയുള്ള അളിയനല്ലേ. അളിയനോ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി മലയാളം അറിയാത്ത മലയാളിക്ക്? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. മോളിപ്പൊ കിസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്ക്, ബാക്കിയൊക്കെ പിന്നെ പറയാം. കണ്ണടച്ച് നിൽക്ക്, എങ്കിൽ തരാം. നീ എന്നെ പറ്റിച്ചിട്ട് മുങ്ങാനുള്ള പ്ലാനാണോ? പിന്നെ ഒരു കിസ് തരാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. അതിനുവേണ്ടി അജുവേട്ടനെ ഞാൻ പറ്റിക്കാനൊന്നും പോണില്ല. നിന്നെ എനിക്കത്ര വിശ്വാസമില്ല. അജു മെല്ലെ രണ്ട് കണ്ണും അടച്ചു. അപ്പൊ കാൽ രണ്ടും പൊക്കി നെറ്റിയിലും കവളിലും ഒന്ന് കിസ് ചെയ്തു. മതിയോ അജുവേട്ടാ? അങ്ങനെ മതിയായിട്ടൊന്നുമില്ല, എന്നാൽ ഇപ്പൊ ഇത്രയും മതി. ഇനി കുറച്ച് നാൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, സമയം പോലെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. നീ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ താഴെ ഉണ്ടാകും. എന്താണ് ചിരിച്ചുകൊണ്ടാണല്ലോ വരവ്? അപ്പൊ എന്നെ പിണക്കമൊക്കെ മാറിയോ? അവൾക്ക് കുറച്ചു സമയം മാത്രമേ പിണങ്ങി നിൽക്കാനൊക്കെ പറ്റൂ. എനിക്കറിയാം അത് അവൾക്ക് എല്ലാവരെയും നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ ലവ് ഹെർ. അജു, ഇന്നൊരു ദിവസം മാത്രമേ നിനക്ക് ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റും. നാളെ മുതൽ പപ്പയുടെ കൂടെ ഹോസ്പിറ്റലിന്റെ പണിയൊക്കെ നടക്കുന്നിടത്ത് പോകേണ്ടി വരും. ഞാനും കൂടി വരാം എന്നാ വിചാരിക്കുന്നത്. വന്നത് മുതൽ ഇവിടെ വെറുതെ നിൽക്കുന്നതല്ലേ, മടുത്തു എനിക്ക്. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും മുത്തശ്ശിയും മുത്തശ്ശനും മാത്രമേ ഉണ്ടാകൂ വീട്ടിൽ. എനിക്ക് അവർ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവരുടെ കൂടെയുള്ള ചൈൽഡ്ഹുഡ് ആണ്, അല്ലേ അജു? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനാണ് എല്ലാ ദിവസവും കാവ്യ വിളക്ക് വെക്കുന്നത്. നിനക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, ഇന്ന് എന്റെ കൂടെ വന്നാൽ. അതാരാണ് അവിടെ ഉള്ളത്? നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ. കേട്ടാൽ വിശ്വസിക്കില്ല, സോ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. വൈകുന്നേരം സ്ഥിരം കാവ്യ വിളക്ക് വെക്കുന്ന സമയമായതും നച്ചു അജുവിനെയും കൂട്ടി പോകാൻ റെഡിയായി. അപ്പൂനെ വിളിച്ചെങ്കിലും അവൾക്ക് വരാൻ മടിയാണെന്ന് പറഞ്ഞ് ഒഴിവായി. നച്ചു, നിന്റെ പേടിയൊക്കെ പോയോ? എന്തിനാ പേടിക്കുന്നത്? അത് എന്നോടാണോ ചോദിക്കുന്നത്? നിനക്കായിരുന്നല്ലോ കാവും നഗത്തറയൊക്കെ കാണുന്നതും അവിടെ പോകുന്നതൊക്കെ പേടിയുണ്ടായിരുന്നത്. അതെനിക്കൊന്നും അറിയാത്തതുകൊണ്ടല്ലേ. ഇപ്പൊ എനിക്കറിയാലോ നാഗങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ലെന്ന്. അതെങ്ങനെ അറിയാം? അതൊക്കെ നിനക്ക് കാണിച്ചു തരാനല്ലേ കൂടെ കൊണ്ടുപോകുന്നത്. ബാക്കിയൊക്കെ പിന്നെ ചോദിക്കാം, നീ വാ. നച്ചു സാധാ പോലെ കാവ്യ വിളക്ക് വെച്ചു. നാഗത്തറയിൽ വിളക്ക് വെക്കാൻ പോകുമ്പോൾ അജു അവളുടെ കൂടെ തന്നെ പോയി. അവൻ ഇതൊന്നും പരിചയമില്ലാത്തത് കാരണം ചെറുതായി ഒരു പേടിയുണ്ടായിരുന്നു. തന്നോട് ഒരുപാട് ചേർന്ന് നടക്കുമ്പോഴും ചുറ്റും നോക്കുന്ന അജുവിനെ കണ്ട് നച്ചുവിന് അവന്റെ അവസ്ഥ മനസ്സിലായി. ഡാ, പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ. എന്നേക്കാ പേടി നിനക്കല്ലേ ഉണ്ടായിരുന്നത്. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ എനിക്കറിയാലോ ഇവരൊന്നും എന്നെ ഒന്നും ചെയ്യില്ലെന്ന്. നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? കുറെ സമയമായി തുടങ്ങിയിട്ട്. ആരോ കാണിച്ചു തരാം എന്നും പറഞ്ഞ് മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നീ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് പ്രാർത്ഥിക്കും. നച്ചു പറഞ്ഞ അജു ചെയ്തു. നച്ചു വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞു നാഗം വന്നില്ല. ഇന്നെന്താ വരാത്തത്? ഇനി വേറെ എവിടെയെങ്കിലും പോയി കാണുവോ? നീ ആരോടാ സംസാരിക്കുന്നത്? ആരോടും ഇല്ല, ഞാൻ എന്നോട് തന്നെ എന്റെ ഒരു സംശയം ചോദിച്ചതാണ്.
എവിടെ? നീ കാണിച്ചു തരാന്ന് പറഞ്ഞ ആൾ വന്നില്ല അജു. അതാ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ സമയത്ത് കാവിലൊക്കെ വരാൻ പറ്റുമോ? അതിന് പുറത്തുള്ള ആളല്ലല്ലോ, ഇതിനകത്തുള്ള ആളല്ലേ. അതാരാ അങ്ങനെ ഒരാൾ? പെട്ടെന്നാണ് കരിയിലകൾ ചെറുതായി അനങ്ങുന്ന ശബ്ദം കേട്ടത്. ഡി, എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് പോവാം, ഇപ്പൊ തന്നെ ഇരുട്ടാവാറായി. ഒരു മിനിറ്റ് ഒന്ന് നിക്ക്, നിനക്ക് കാണേണ്ട ആളാണ് വരുന്നത്. എനിക്ക് ആരെയും കാണണ്ട, ഇപ്പൊ തന്നെ മനുഷ്യന് പേടിച്ചിട്ട് വയ്യ. അപ്പോഴാണ് ഇനിയും നിൽക്കുന്നത്. ഇത്രയും സമയം നീ എവിടെയായിരുന്നു? ഞങ്ങൾ തറവാട്ടിലേക്ക് പോവാൻ പോവുകയായിരുന്നു. ദേ, അജുവിന് നിന്നെ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ നിന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടാവാറുള്ളതല്ലേ? അതോ ഇനി വരില്ലെന്ന് കരുതിയോ? എന്നെ തഞ്ചു, നിനക്കിത് എന്താ പറ്റിയത്? നീ ആരോടായി സംസാരിക്കുന്നത്? ഡാ, അങ്ങോട്ട് നോക്ക്. കുഞ്ഞുനാഗത്തെ കണ്ടില്ലേ? അതിനോടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. എന്നിട്ട് നീ കണ്ടില്ലേ? അതൊരു സ്നേക്ക് അല്ലേ? അതിന് നീ പറയുന്നൊന്നും മനസ്സിലാവില്ലല്ലോ. ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ലെന്ന് പിന്നെ മനസ്സിലായി. അതിന് ഞാൻ പറയുന്ന ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അതല്ലേ എല്ലാം കേൾക്കുന്നത്. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ല അല്ലേ അജു? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടാ പോലും വിശ്വസിക്കില്ല, പിന്നെയല്ലേ കേട്ടിട്ട് വിശ്വസിക്കാനെന്ന്. കാവിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടും നച്ചു പറഞ്ഞതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു അജു. അവൾ പറഞ്ഞത് വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്നാൽ കണ്ട കാര്യങ്ങൾ, നച്ചു പറയുന്ന എല്ലാം ആ കുഞ്ഞുനാഗം കേൾക്കുന്നുണ്ട് എന്ന് തോന്നി. അതിനെ കണ്ടപ്പോൾ എന്താ അജുവായിട്ട് എങ്ങനെ ചിന്തിക്കുന്നത്? എന്റെ അപ്പൂ, എനിക്കൊരു സംശയം, അതാ. പിന്നെ അവളോട് നാഗത്തറയിൽ വിളക്ക് വെക്കാൻ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നച്ചു ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിൽ സത്യമായിരിക്കും. ഇവിടെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാഗങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നും അവരുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്നൊക്കെ. തിരുമേനി പറഞ്ഞത് അജുവേട്ടനും കേട്ടതല്ലേ? നച്ചു ചേച്ചി അവരുടെ പ്രിയപ്പെട്ട ഭക്തിയായ ലക്ഷ്മിയുടെ പുനർജന്മമാണെന്ന്. സോ തീർച്ചയായും അവർക്ക് ചേച്ചിയോട് ഇഷ്ടമുണ്ടാവുമല്ലോ. ആദ്യമാണെങ്കിൽ തിരുമേനിയും മാമനും ഒക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ചേച്ചി വിളക്ക് വെച്ചതൊക്കെ, അല്ലാതെ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല. ഇപ്പൊ ചേച്ചിക്ക് തന്നെ കുറച്ചൊക്കെ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഞാനും മുത്തശ്ശിയൊക്കെയാണ് ചേച്ചി വരുന്നതിന് മുമ്പ് വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഇതുവരെ ചേച്ചി പറഞ്ഞ കുഞ്ഞുനാഗത്തെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ തന്നെ അജുവേട്ടനെ കാണാൻ പറ്റിയത് നച്ചു ചേച്ചി കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും. ശിവേട്ടനോ ചേച്ചിയോ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ കാണാൻ കഴിയൂ എന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ വിശ്വാസം ആവണം എന്നില്ല അജുവേട്ടാ. നമ്മുടെ അനുഭവങ്ങളിൽ കൂടി മാത്രമേ ചില കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതൊന്നും ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നിങ്ങളെപ്പോലെ ഉള്ളവർക്ക്. ചേച്ചിക്ക് വിശ്വാസം തോന്നാൻ മാത്രമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൺമുൻപിൽ നടന്നിട്ടുണ്ടാകും, അതാ വിശ്വസിച്ചത്. ചേച്ചി പറഞ്ഞതിന്റെ പേര് അജുവേട്ട അതൊക്കെ ഇപ്പൊ തന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയതുപോലെ നിന്നെ കണ്ട ഇത്രയും നന്നായിട്ട് കാര്യങ്ങൾ പറയുമെന്ന് ആർക്കും തോന്നില്ല. കുഞ്ഞു കുട്ടികളെപ്പോലുള്ള ചില സമയത്തെ ബിഹേവിയർ കണ്ട തോന്നും ഇത്രയും അറിവൊക്കെ ഉണ്ടെന്ന്. എന്നെ കളിയാക്കിയതൊന്നും അല്ലല്ലോ. പിന്നെ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി നിന്നെ കളിയാക്കാൻ എനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ നമുക്കത് പറഞ്ഞ് ക്ലിയർ ആക്കാൻ പറ്റുക എന്നുള്ളത് എളുപ്പമൊന്നുമല്ല. നിനക്കത് കഴിഞ്ഞില്ലേ? സോ നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അത് അജുവേട്ടന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. രാത്രി തറവാട്ടിൽ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും പതിവ് പോലെ വന്നിരുന്നു. അജു, വന്ന ക്ഷീണമൊക്കെ മാറിയോ? ഓക്കെ പപ്പ. ഹോസ്പിറ്റലിന്റെ വർക്കൊക്കെ എന്തായി? ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. ശിവ വന്നില്ലല്ലോ ആന്റി. അവൻ ഇന്ന് കുറച്ച് വൈകിയല്ലേ പോയത്. മിക്കവാറും ഫുഡൊക്കെ കഴിച്ച് ലേറ്റ് ആയിട്ടേ വരും. അങ്ങനെയാണ് വിളിച്ച് പറയാറുണ്ട്. ഇന്ന് ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും കഴിക്കാം. എല്ലാവരും ഫുഡ് കഴിച്ച് എണീക്കുമ്പോഴാണ് ശിവ വന്നത്. ഞാൻ ഫുഡ് കഴിച്ചു അമ്മ, എനിക്കൊന്നും വേണ്ട. ഞാനൊന്ന് ഫ്രഷ് ആയി കിടന്നോളാം. എല്ലാവരും കുറച്ച് സമയം കൂടി സംസാരിച്ച് കിടക്കാൻ പോയി. അജു, നീ ഇന്ന് എന്റെ കൂടെയാണോ കിടക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഇവിടെ വന്നപ്പോ കഴിഞ്ഞ തവണ നമ്മൾ ഒന്നിച്ചല്ലേ കിടന്നത്. അതൊക്കെ ശരിയാ, എന്നാൽ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. നിനക്ക് ചിലപ്പോ അപ്പൂനോട് സംസാരിക്കാൻ പോകാനുള്ള ഉദ്ദേശം ഉണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. പിന്നെ ഇപ്പൊ തന്നെ അവൾ ഒരു ഉറക്കം കഴിഞ്ഞു കാണും. നല്ലോണം അറിയാലേ അവളുടെ ഉറക്കത്തിന്റെ ടൈമൊക്കെ. രാവിലെ തന്നെ എഴുന്നേറ്റ് നച്ചു അജുവിനെ വിളിച്ചെഴുന്നേപ്പിച്ചു. ഡി, നീ എന്തിനാ ഇത്ര നേരത്തെ വിളിച്ചത്? അപ്പയൊക്കെ പോകാൻ ടൈമായോ? അതൊന്നുമില്ല, ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ്. ഇതുവരെ പോവാൻ പറ്റില്ല. ഞാൻ നീ വരാൻ വെയിറ്റ് ചെയ്തതാ. മുത്തശ്ശിയും മുത്തശ്ശനും എന്നെ ഒറ്റയ്ക്ക് വിടില്ലെന്ന് പറഞ്ഞു, അതാ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയേനെ. ദേവിടന് കൂടെ വരാൻ സമയമില്ല. അപ്പൂനാണ് ഇഷ്ടവും അല്ല. നമുക്ക് വേഗം പോയി നോക്കിയിട്ട് വരാം. ഇപ്പൊ ആരും കുളിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. മൊത്തം വൃത്തിയാക്കി എല്ലാവർക്കും കുളിക്കായിരുന്നു. രണ്ടാളും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടന്നു. ദേ, ഇതിലൂടെയാ. വീടിന്റെ ഉള്ളിലൂടെ പുറത്തൂടെ കുളത്തിൽ ഇറങ്ങാൻ പടവുകളൊക്കെ ഉണ്ട്. അജു, എങ്ങനെയുണ്ട്? ഇതധികം വൃത്തികേടൊന്നും ഇല്ലല്ലോ. ഇടയ്ക്കൊക്കെ പണിക്കാർ പണി കഴിഞ്ഞു പോകുമ്പോ കുളിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ചിലപ്പോ അതാവും ഇങ്ങനെ. ഇതൊക്കെ വൃത്തിയാക്കാൻ ആളെ ഏർപ്പാടാക്കാൻ മുത്തശ്ശനോട് പറയാം. എന്നിട്ട് നമുക്ക് ഒരു ദിവസം വന്ന് കുളിക്കാം. ഇപ്പൊ സമയമില്ല. എല്ലാവരും എഴുന്നേറ്റ് കാണും. ഇനി പോകാനുള്ള തിരക്കാവും. ഇത്രയും ദിവസം ഞാൻ എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് വൈകിയേ എണീക്കാറുള്ളൂ.
പിന്നെ സാധാരണ പോലെ എല്ലാവരും റെഡിയായി ഭക്ഷണം കഴിച്ചു. ഓഫീസിലും കോളേജിലും ഹോസ്പിറ്റലിലും പണി നടക്കുന്നിടത്തും ഒക്കെ പോയി. നച്ചു അജും പപ്പയോടൊപ്പം തന്നെ പോയി. അവിടെ അധികം ജോലിയൊന്നും ഇല്ലായിരുന്നു. എല്ലാ പണി കോൺട്രാക്ട് കൊടുത്തിരുന്നാൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് പോയി നോക്കണം എന്ന് മാത്രം. നന്ദനും നാൻസിയും തൽക്കാലം ഒരു ഹോസ്പിറ്റൽ കയറിയത് കൊണ്ട് പണി നടക്കുന്നിടത്ത് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. വീടിന്റെ പണിയെടുക്കുന്നിടത്തും ഇതേ അവസ്ഥയായിരുന്നു. എല്ലാവരും അവരവരുടെ ജോലികൾ നന്നായിട്ട് ചെയ്തതിനാൽ തന്നെ വിചാരിച്ചാൽ ഒരുപാട് മുന്നേ 2 വീടുകളെയും പണി എല്ലാം കഴിഞ്ഞു. മുത്തശ്ശിക്ക് നിർബന്ധമായിരുന്നു നല്ല മുഹൂർത്തം നോക്കി മാത്രമേ വീട്ടിൽ കയറി താമസിക്കാൻ പാടുള്ളൂ എന്ന്. അറിയാവുന്ന ഒരു ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തവും കുറിപ്പിച്ചു. ഇനി വെറും 5 ദിവസങ്ങളേ ഉള്ളൂ ഹൗസ് വാമിംഗ്. വാസുദേവനും സീതയും അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നാട്ടിലെ വീടൊക്കെ നോക്കാൻ അറിയാവുന്ന ഒരാളെ ഏൽപ്പിച്ച് 2 ദിവസം മുന്നേ ഇവിടെ എത്തി. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും കൂടി ദിവസവും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങലും സെറ്റ് ചെയ്യലും ഒക്കെ പണി. എല്ലാം ഒരുപോലെ വേണം എന്നുള്ള അജുവിന്റെയും നച്ചുവിന്റെ ആഗ്രഹം കൊണ്ട് എല്ലാവർക്കും പണി കുറച്ച് എളുപ്പമായി. നച്ചു, നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ട് ഒരു ഉപകാരമായി. അല്ലെ വെറൈറ്റി വേണം എന്നും പറഞ്ഞ് ഞങ്ങളൊക്കെ കൂടെ ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നേനെ. അത് അജയേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. നമുക്കൊക്കെ അധിക സാധനങ്ങളും വാങ്ങുമ്പോൾ ആർക്കും ഇല്ലാത്തത് വാങ്ങണം എന്നാണ് ആഗ്രഹം. അതൊരു ഡ്രസ്സാണെ പോലും വെറൈറ്റി കളർ വേണം, അല്ലെങ്കിൽ ഡിസൈൻ വേണം എന്ന് പറയും. അതപ്പുമ്പോൾ സ്വന്തം കാര്യം പറഞ്ഞതാണല്ലോ. ഓ, ഇവളെ കൊണ്ട് എന്തെങ്കിലും വാങ്ങാൻ പോയാലുള്ള അവസ്ഥ. പിന്നെ ശിവേട്ടന് പെൺകുട്ടികളുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ്. അതെ ഡി, ഞാൻ ഇനി എല്ലാ പെൺകുട്ടികളോടും അവരുടെ സ്വഭാവം ചോദിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്താം. എനിക്ക് എന്റെ പെണ്ണിന്റെ സ്വഭാവം മാത്രം അറിഞ്ഞാൽ മതി. അയ്യോ, എന്തൊരു ഒലിപ്പിക്കലാണ് ശിവേട്ട. ഇപ്പോഴത്തെ കോളേജ് പിള്ളേർ വരെ ഇങ്ങനെയൊന്നും പറയൂല. അവൻ ഇപ്പൊ അല്ലേടി മോളെ ഇങ്ങനെയൊക്കെ പറയാനൊരു ചാൻസ് കിട്ടിയത്. ദേ അജയ, നീ എനിക്കിട്ട് വെച്ച ഞാൻ തിരിച്ചു എന്തെങ്കിലും പറഞ്ഞ നീ താങ്ങില്ല മോനെ.